കേരളത്തിൽ നിന്ന് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴുമുണ്ടെന്നും ജിദ്ദയിൽ 24-നോട് അദ്ദേഹം പറഞ്ഞു. ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജൂൺ ആദ്യവാരത്തിലാണ് ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും കേരളത്തിലും മക്കയിലും മദീനയിലുമെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഇപ്പോൾ സൗദി സന്ദർശിക്കുകയാണ്. കേരളത്തിലുള്ള ഹാജിമാർക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം മക്കയിലും മദീനയിലുമെല്ലാം പോയി വിലയിരുത്തുകയുണ്ടായി. ജിദ്ദയിലെത്തിയ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇത്തവണ ഇതുവരെ എവിടെ എത്തി? നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പ്രത്യേകം തന്നെ ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും സമയബന്ധിതമായി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഖലയിൽ നമ്മൾ കേരള ഹജ്ജ് കമ്മിറ്റി ഇതര സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളെക്കാളും ബഹുദൂരം മുന്നിലായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ ചെയ്തു തീർത്തിട്ടുണ്ട്. അതിൽ കരിപ്പൂർ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുള്ള യാത്രക്കാരിൽ നിന്ന് കൂടുതൽ നിരക്ക് ഹജ്ജിമാരിൽ നിന്ന് ഈടാക്കുന്ന ഒരു സ്വഭാവം ഈ വർഷവും ഉണ്ട്. 40,000-ഓളം രൂപയാണ് കൂടുതൽ വാങ്ങുന്നത്. ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു മറുപടിയായിട്ട് വന്നിട്ടുള്ളത് അതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ്. അതോടുകൂടി നമ്മൾ വീണ്ടും നിരാശരാകുകയാണ്. ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്കാണോ പോകുന്നത്? കോടതി ഇത് പരിഗണിച്ചുകൊണ്ട് പറഞ്ഞത് നമ്മളിപ്പോൾ ഇതിലിടപെട്ടാൽ ഈ വർഷത്തെ ഹജ്ജിനെ തന്നെ അത് ദോഷകരമായി ബാധിക്കും എന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കോടതി ഇടപെടാതെ തന്നെ ഇതിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായിക്കൂടായികയില്ല എന്ന് കരുതാനുള്ളൊരു വക അവിടെ നിലനിൽക്കുകയാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത്രയും സമയമായിട്ടും ഈ ഔദ്യോഗികമായിട്ട് നമ്മുടെ വിമാന നിരക്കുകൾ എത്രയാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഏതായാലും 1.25 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തുന്നത്. ഇവർക്ക് മക്കയിലും മദീനയിലും ആവശ്യമായ താമസം, യാത്ര, ഭക്ഷണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ സാലിർ ബിയോടൊപ്പം ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം, 24.